ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ജനനേതാക്കളുമായി പാലായിൽ മുഖാമുഖം പരിപാടി നടത്തി നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. യോഗത്തിൽ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ സത്വര നടപടികൾക്കായി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നും നയപരമായവ LDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നും ജാഥ ക്യാപ്റ്റൻ അറിയിച്ചു. LDF നടത്തുന്ന മധ്യമേഖല വികസന സന്ദേശയാത്രയുടെ ഭാഗമായി പാലായിൽ ജാഥ ക്യാപ്റ്റനായ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ, PP സുനിൽ MP, മുൻ MP PK ബിജു, LDF നേതാക്കളായ സാബു ജോർജ്, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, KG പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, ML ലത്തീഫ്, ബിനോയ് ജോസഫ് എന്നിവരുൾപ്പെടെ സംഘമാണ് വിവിധ മേഖലകളിലെ സംഘടനാ നേതാക്കളും സാമൂഹിക ക്ഷേമ രംഗത്തുള്ളവരുമായി നേരിട്ട് സംസാരിച്ച് ജനകീയ ആവശ്യങ്ങൾ പങ്കുവച്ചത്. ആരോഗ്യ പ്രവർത്തകർ, സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ, അധ്യാപകർ, വ്യാപാരി വ്യവസായികൾ, അംഗൻവാടി പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, സാമൂഹിക സേവന രംഗത്തെ പ്രവർത്തകർ, കർഷക സംഘടനാ നേതാക്കൾ എന്നിവർ മുഖാമുഖത്തിൽ പങ്കാളികളായി. പൊതുജനാരോഗ്യ രംഗത്ത് കൂടുതൽ ഇടപെടൽ ഉണ്ടാവണമെന്നും ഉന്നത വിദ്യാഭ്യാസത്തിനായി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകണമെന്നും ആവശ്യങ്ങൾ ഉയർന്നു. റബ്ബർ വില അപര്യാപ്തമാണെന്നും വില ഉയർത്താൻ നടപടി ഉണ്ടാവണമെന്നും നിർദ്ദേശമുണ്ടായി. പാലായിൽ നിരവധി പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നതായും അധ്യാപക തസ്തികകളും നിയമന അംഗീകാരത്തിലും ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നും EWSലെ വ്യവസ്ഥകൾ പരിഹരിക്കണമെന്നും യോഗത്തിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. യോഗത്തിൽ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ സത്വര നടപടികൾക്കായി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യണമെന്നും നയപരമായവ LDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നും ജാഥ ക്യാപ്റ്റൻ അറിയിച്ചു. i4U ന്യൂസ്, പാല.